ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ എൻ്റെ ലവറുമായിട്ടൊരു ഔട്ടിങ് പോകുന്നതാണ് ഗൈസ്. അപ്പോൾ അവൾ വാങ്ങിച്ചെന്ന് ഷർട്ടിന് ഇടാമെന്ന് വിചാരിച്ചു ഗൈസ്. പുതിയ ഷർട്ടാണ്. അപ്പോൾ ഷർട്ടൊക്കെ ഇട്ടത് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ അവളുടെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കോൾ വിളിച്ചു ഗൈസ്. കോൾ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈസ്റ്റോട്ട് നിൽക്കുന്നതാണ്, ഈസ്റ്റോട്ട് വരാനാണ് പറഞ്ഞത്. ഈസ്റ്റോട്ട് വന്നിട്ട് ഞാൻ ഒരു 100 വട്ടം കോൾ വിളിച്ചു ഗൈസ്, എടുത്തില്ല. അങ്ങനെ പിന്നെ എടുത്തിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈസ്റ്റോട്ടുള്ള രാമേന്ദ്രയുടെ അകത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ ഞാൻ നേരെ ചെന്നു, കണ്ടുകിട്ടിയിട്ട് പുറകെ നടക്കുകയാണ്. നല്ല കലിപ്പാണ് രണ്ടുപേരും. അങ്ങനെ കുറച്ച് നേരം കലിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് കൈയൊക്കെ പിടിച്ച് നടന്നതിന് ശേഷം ഒരു മിറർ കണ്ടു. ഞാൻ ഒരു മിറർ വീഡിയോ എടുത്തു. ഫ്രണ്ട്സുമായിട്ട് കട്ട ഷോപ്പിങ്ങിലാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഗേൾ ഫ്രണ്ട്, എൻ്റെ അമ്മയാണ്. എല്ലാവരുടെയും ഫസ്റ്റ് ഗേൾ ഫ്രണ്ട്, ഫസ്റ്റ് ലവ് ഒക്കെ അവരുടെ അമ്മ തന്നെയല്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്ന് നടന്ന സമയത്ത് അമ്മയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോ സാധനങ്ങളെ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. സാധനങ്ങളൊന്നും വാങ്ങുന്നുമില്ല, പക്ഷെ ചില കടകളിലൊക്കെ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നുമുണ്ട്. അങ്ങനെ അതാ എൻ്റെ അമ്മ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ഒരു ചെരുപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ആ രാമചന്ദ്രൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്ഥലം വിടാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരെ പോയത് ഭീമാപ്പള്ളിയിലോട്ടാണ് ഗൈസ്. അങ്ങനെ ഭീമാപ്പള്ളിയിൽ ചെന്നതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് കുറച്ച് നേരം ഭീമാപ്പള്ളിയിൽ അകത്തിരുന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുതിയ ഷോപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഉമ്മ പള്ളിയുടെ അകത്തിരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ പുറത്ത് വേറെ കടകളൊന്നും തുറന്നിട്ടില്ല, പക്ഷേ ഭീമാപ്പള്ളിയുടെ പുറത്ത് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയ സമയത്ത് കടകളൊന്നും തുറന്നിട്ടില്ല, പക്ഷേ നൈറ്റ് സമയമാകുമ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് കടകളൊക്കെ തുറന്നിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോയെന്ന് പറഞ്ഞാൽ അടുത്തത് ശംഖുമുഖത്തേക്കാണ്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്, കാരണം ഞാൻ രാവിലെ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ ഉമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് ഫുഡ് വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന്. സത്യം പറഞ്ഞാൽ ശംഖുമുഖത്തിൻ്റെ അടുത്ത് നല്ല ഫുഡ് സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ നേരെ പോയെന്ന് പറഞ്ഞ ഒരു ചായക്കടയിലോട്ടാണ്. ഒരു ചായക്കടയുടെ പേരൊന്നും ഞാൻ നോക്കിയില്ല, കട്ട വിശപ്പായിരുന്നു ഗൈസ്. അങ്ങനെ ആ ചായക്കടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചായക്കടയിൽ ചെന്നതിന് ശേഷം നമ്മൾ ഏതോ 2 ഐറ്റം ഓർഡർ ചെയ്ത്, എന്ത് സാധനമാണെന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. കട്ടിക്കിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത് കഴിച്ചു നോക്കിയ സമയത്താണെങ്കിൽ എനിക്കത് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടതോ കാര്യങ്ങളൊന്നുമില്ല. ഒരു കട്ടനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ അതാ ബൈക്കിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ബീറോൾ പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി. അന്നേരം ആ കടലിൻ്റെ കാഴ്ചകളും കൂടെ ജസ്റ്റ് ഒരു ബീറോൾ പോലെ ഇങ്ങനെ എടുത്തു. അതിനുശേഷം ഇതാ ഉമ്മയും ഞാനിവിടെ കടലിലോട്ട് ഇറങ്ങി. എനിക്കാണെങ്കിൽ കാല് നനയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഉമ്മക്ക് കാല് നനയ്ക്കണം, കുറച്ച് നേരം കടലിലിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കടലിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഉമ്മ നിപ്പുണ്ട്. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ ബാഗും വെച്ചുകൊണ്ടിരിക്കും, ഞാൻ കാലിൽ നനച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പോസ്റ്റായി ഗൈസ്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഉമ്മാരെ 2-3 ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ ഉമ്മാരെ വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ തിരമാല വന്ന് ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ആ വലിയ തിരമാല വന്നിട്ട് എൻ്റെ കാലിലും ഷൂവിലും എല്ലാത്തിലും അടിച്ച് കയറ്റി ഗൈസ് വെള്ളം. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു തിരമാലയായിരുന്നു ഗൈസ്. പക്ഷേ ഗൈസ് നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് കാണുന്ന സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷം തന്നെയാണ് ഗൈസ് ഏറ്റവും വലുത്. നമ്മുടെ മുഖത്തൊരു സന്തോഷം ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്നതാണ് ഗൈസ്. അങ്ങനെ നേതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പൂജപ്പുരയുള്ള അസീസ് ഹോട്ടലിൽ വന്നിട്ടുണ്ട്. അവിടെ കുറേ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാണ് ഗൈസ് വന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഹാഫ് ഷവായും ഒരു ചിക്കൻ 65 ബിരിയാണിയും ഒരു ലൈമുമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു ഗൈസ്, കുഴപ്പമില്ല. പക്ഷേ ബില്ല് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തള്ളിപ്പോയി ഗൈസ്. ഓഫർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ ഓഫറായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്താൽ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ബൈ.